CBSEയിൽ വൻ സുരക്ഷാ വീഴ്ച. വിദ്യാർത്ഥികളുടെ വ്യക്തിഗത വിവരങ്ങൾ ചോരുന്നതായി എത്തിക്കൽ ഹാക്കർമാർ വെളിപ്പെടുത്തി. അതിനിടെ പുനർമൂല്യനിർണ്ണയത്തിനുള്ള വെബ്സൈറ്റിലും തകരാർ കണ്ടെത്തി. സാങ്കേതിക തകരാറുകൾ ഉൾപ്പെടെയുള്ള ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലാണ് 26-ാം തീയതി തുറക്കേണ്ടിയിരുന്ന പുനർമൂല്യനിർണ്ണയ പോർട്ടൽ ഇന്ന് തുറക്കാൻ CBSE തീരുമാനിച്ചത്. എന്നാൽ ഇതുവരെയും പോർട്ടൽ തുറക്കാനാകാത്തത് വിദ്യാർത്ഥികൾക്ക് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അതേസമയം വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾക്കായി വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ള വ്യക്തിഗത വിവരങ്ങൾ ഈ CBSEയുമായി ബന്ധപ്പെട്ട പോർട്ടലിൽ നിന്ന് വ്യാപകമായി ചോരുന്നുണ്ട് എന്ന പരാതി ഇപ്പോൾ ഉയരുകയാണ്. എക്സിൽ നിരവധി എത്തിക്കൽ ഹാക്കർമാരാണ് ഈ വിവരങ്ങൾ ചോരുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പങ്കുവച്ചിട്ടുള്ളത്. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയാണ് ഡാറ്റാബേസും അതോടൊപ്പം തന്നെ പാസ്വേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത് എന്നും ഈ വെളിപ്പെടുത്തലിൽ അവർ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഈ പോർട്ടലിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് CBSEയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. CBSE വരുത്തുന്ന വീഴ്ചകൾക്ക് വിദ്യാർത്ഥികൾ അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയാണ് എന്ന് രാഹുൽ ഗാന്ധി തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വിദ്യാർത്ഥികളുമായി സംവദിച്ച രാഹുൽ ഗാന്ധി CBSEക്കുള്ളിൽ പോക്കറ്റടിക്കാർ കടന്നുകൂടിയിട്ടുണ്ട് എന്നും ആരോപിക്കുന്നുണ്ട്. Not just in NEET, in CBSE, everywhere, that you have financialized the education system. The second is over-centralization. So you've taken the whole system and you've centralized the whole system. So if there's a problem, it's a critical failure of the system. CBSE നീറ്റ് പരീക്ഷകളിലെ ക്രമക്കേട് അന്വേഷിക്കാനാണ് പാർലമെന്റിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കുള്ള സ്റ്റാൻഡിംഗ് സമിതി ഇന്ന് യോഗം ചേരുന്നത്. ആദ്യ ദിവസം നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടാണ് പരിശോധിക്കുന്നത് എങ്കിൽ നാളെ CBSEയുമായി ബന്ധപ്പെട്ട പരാതികളും അതോടൊപ്പം തന്നെ ആക്ഷേപങ്ങളും പരിശോധിക്കുകയും ചെയ്യും. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് CBSE OSM രീതി നടപ്പാക്കാൻ വേണ്ടി കരാർ നൽകിയിട്ടുള്ള കമ്പനിക്കെതിരായ ആരോപണങ്ങളാണ്. നിലവാരമില്ലാത്ത കമ്പനിയെയാണ് ഈ കരാർ ഏൽപ്പിച്ചത് എന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു. ഈ ആൻസർ ഷീറ്റുകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതിന് പകരം മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്താണ് അപ്ലോഡ് ചെയ്തത് എന്ന പരാതിയും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. ആ പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഈ കരാർ എടുത്ത കമ്പനിക്കെതിരെ എന്തായാലും കടുത്ത നടപടികളിലേക്ക് പോകാതെ സംരക്ഷിക്കുകയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. ഈ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് പകരം പിഴ ഈടാക്കാൻ മാത്രമാണ് ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ നീക്കം. ഈ സംഭവവികാസങ്ങളിലെല്ലാം തന്നെ വിശദീകരണം തേടുന്നതിനായി ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സെക്രട്ടറിയോടും അതോടൊപ്പം തന്നെ ഈ CBSE ഡയറക്ടറോടും ഉൾപ്പെടെ ഇന്ന് പാർലമെന്റ് സമിതിക്ക് മുൻപാകെ ഹാജരാകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം ഈ പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു ഉത്തരം CBSEയോ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമോ നൽകാത്ത സാഹചര്യത്തിലും മുൻപ് വെബ്സൈറ്റും പോർട്ടലും സുരക്ഷിതമാണ് എന്ന് പറഞ്ഞ CBSE ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് പ്രതികരിക്കാത്തതിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം രാജ്യം ഒട്ടുക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ക്യാമറമാൻ ഷിജു പട്ടുവത്തിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.